ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2025 നടന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളൊരു ക്വിക്ക് റിവിഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 53/25 ആണ്. 71ാമത്തെ ചോദ്യം, അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആ പ്ലസ് അൻ ആണ് അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ വരുന്നത്. അവൻ, ആ പ്ലസ് അൻ. 72 ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം, വിണ്ടലം. ആദേശസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചെഴുതുമ്പോൾ ഉള്ള വാക്കുകളിലെ ഏതെങ്കിലും ഒരു അക്ഷരം മാറി അതിന് പകരം വേറൊരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ വിൻ പ്ലസ് തലം എന്നതിൽ കൂട്ടി എഴുതിയപ്പം വിണ്ടലം എന്ന് വന്നു. അതായത് പിരിച്ചെഴുതുമ്പോൾ വി അവിടെയുണ്ട്, ന എന്ന അക്ഷരം അവിടെയുണ്ട്, താ എന്നതിന് പകരം ടാ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നായും തായും ചേർന്ന് ഇണ്ട എന്ന അക്ഷരമായിട്ട് അവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ലം അതുപോലെയുണ്ട്. അതായത് തായിനെ മാറ്റി തായിനെ ആദേശം ചെയ്ത് ടാ എന്ന അക്ഷരം വന്നതുകൊണ്ട് നമുക്കതിനെ ആദേശസന്ധിയായിട്ട് പറയാം. ബാക്കി ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പച്ചക്കുതിരയിൽ കാ ഇരട്ടിച്ചു, അതുകൊണ്ട് തന്നെ അത് ദ്വിത്വസന്ധിക്കാണ് ഉദാഹരണമായിട്ട് വരുന്നത്. പന പ്ലസ് ഓല, പനയോല എന്ന വന്നിട്ടുള്ളത്. അതായത് യാ എന്ന അക്ഷരം പുതിയതായിട്ട് വന്നു, പുതിയതായിട്ട് ആഗമിച്ചു, അതുകൊണ്ട് അവിടെ ആഗമസന്ധിയും. ഓപ്ഷൻ ഡിയിൽ കേട്ടു പ്ലസ് ഇല്ല എന്നത് കേട്ടില്ല എന്നാണ് വന്നിട്ടുള്ളത്. അവിടെ ഉകാരം എന്നത് ലോപിച്ചു പോയി, അതുകൊണ്ട് അവിടെ ലോപസന്ധിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് വിൻ പ്ലസ് തലം, വിണ്ടലം. 73 ആർക്ക് ടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപം. ആർക്ക് ടൈപ്പ്, ആദിപ്രരൂപം. ചോദ്യം 74 ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? അതിവാത്സല്യം അപകടകാരിയാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന് പറഞ്ഞാൽ അതിവാത്സല്യം അപകടകാരിയാണ്. ചോദ്യം 75 ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തിതീർഷ എന്നതിൻ്റെ ഒറ്റപ്പദം, തിതീർഷ എന്ന ഒറ്റപ്പദത്തിൻ്റെ അർത്ഥം തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നാണ്. തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. ചോദ്യം 76 ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ഉഗ്രം, അത്യുഗ്രമാണ് കൂട്ടത്തിൽ പെടാണ്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ് അല്ലേ. ജംഗമം, സ്ഥാവരം, വൃഷ്ടി, സമഷ്ടി, മണ്ഡനം, ഖണ്ഡനം. ഓക്കെ, ചോദ്യം 77 കുതിരയുടെ പര്യായമല്ലാത്തതേത്? ഇവിടെ ഹയം, ഗോഡകം, പീതി ഈ 3 വാക്കുകളും കുതിരയുടെ പര്യായമായി വരുന്നതാണ്. നഗജം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ ജാതയായിട്ടുള്ളവർ, പാർവതി ദേവി എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കുതിരയുടെ പര്യായം അല്ലാത്ത വാക്കാണ്. കുതിരയുടെ പര്യായമായതൊന്നുകൂടെ നോക്കാം. ഹയം, ഗോഡകം, പീതി. ചോദ്യം 78 കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. നായകൻ, നായകി എന്ന് എഴുതിയിട്ടുള്ളത് നായികയല്ല നായികയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ബാക്കി സ്ത്രീലിംഗ പുല്ലിംഗ രൂപങ്ങൾ നോക്കുകയാണെങ്കിൽ തപസ്വി, തപസ്വിനി, ശ്വശുരൻ, ശ്വശ്രു, ഉപാധ്യായൻ, ഉപാധ്യായി, അതൊക്കെ കറക്റ്റാണ്. ചോദ്യം 79 പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? വൈദ്യർ. അതായത് അത് ഏകവചനമാണ്, പക്ഷേ ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളതിനെ പൂജക ബഹുവചനം എന്നാണ് പറയുന്നത്. കാണുമ്പം വാക്ക് ബഹുവചനമായിട്ട് തോന്നുമെങ്കിലും ഏകവചനമായ ഒരു വാക്കാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. വൈദ്യർ അതിനൊരു ഉദാഹരണമാണ്. ചോദ്യം 80 കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? അപൂർവമായ സംഭവം. അപൂർവമായ സംഭവമാണ് കരണി പ്രസവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 54/25 ആണ്. ചോദ്യം 91 താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ഇവിടെ 3 സെറ്റ് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാം ശരിയായിട്ട് വരുന്നത് ഏതാണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. ഒന്നാമതും മൂന്നാമതും കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്. പാടവം, അതിർത്തി, പഠിതാവ്, ശൃംഖല, നിഷ്ഠ, യഥാതഥം, ആ വാക്കുകളെല്ലാം കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ വ്യവസ്ഥ ശരിയാണ്, ഹാർദം ശരിയാണ്, പക്ഷെ സൃഷ്ടാവ് തെറ്റാണ്. സൃഷ്ടാവ് എന്നല്ല
സ്രഷ്ടാവ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സൃഷ്ടാവ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. സൃഷ്ടി എന്നെഴുതുമ്പോൾ അതുപോലെ എഴുതാം, പക്ഷേ സൃഷ്ടാവ് എന്ന് പറയില്ല, സ്രഷ്ടാവാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് 92. മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹാ പ്ലസ് ഉന്നതമാണ് മഹോന്നതം. മഹാ പ്ലസ് ഉന്നതം മഹോന്നതം. ചോദ്യം 93. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അതായത് സ്വാധീനം എന്നതിൻ്റെ വിപരീത പദമാണ് ചോദിക്കുന്നത്. പരാധീനമാണ്. സ്വാധീനം വിപരീത പദം പരാധീനം. ചോദ്യം 94. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. മേദിനി ഭൂമി. ചോദ്യം 95. വിലക്കി പ്ലസ് ഇല്ല ചേർത്ത് എഴുതി കഴിഞ്ഞാൽ വിലക്കിയില്ല എന്നാണ് വരേണ്ടത്. വിലക്കിയില്ല, വിലക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവരുത്. വിലക്കിയില്ല എന്ന് വേണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 96. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എഴുതാനാണ്. ഓപ്ഷൻ സി ആണ് ശരി. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാത്തിനകത്തും ഏകദേശം 10 വർഷങ്ങളോളം, 10 വർഷങ്ങളോളം എന്നൊക്കെ വരുന്നുണ്ട്. 10 വർഷം എന്ന് പറഞ്ഞാൽ മതി, 10 വർഷങ്ങളോളം എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് ആ ബാക്കി 3 സെൻറ്റൻസുകളിലും തെറ്റായിട്ട് വരുന്നത്. പിന്നെ ഏകദേശം എന്ന വാക്ക് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു നമ്പർ നമ്മൾ പറയാനും പാടില്ല. അതാണ് ഓപ്ഷൻ ബിയിലെ തെറ്റ്. ഓക്കെ, ചോദ്യം 97. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. രക്ഷകൻ രക്ഷിക കറക്റ്റാണ്. കാന്തൻ കാന്തയും കറക്റ്റാണ്. സ്വാമി സ്വാമിജി അല്ല, സ്വാമിനിയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. ചോദ്യം 98. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ പ്രേക്ഷകൻ അല്ലേ? പ്രേക്ഷക ലക്ഷം എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന വാക്കാണ്. കാണുന്നയാൾ പ്രേക്ഷകനാണ്. ചോദ്യം 99. ടെറിട്ടോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ, അതായത് ടെറിട്ടോറിയൽ ഡോമിനേഷൻ്റെ മലയാളം വാക്കാണ് ചോദിക്കുന്നത്. പ്രാദേശികാധിപത്യം. പ്രാദേശികാധിപത്യമാണ് ടെറിട്ടോറിയൽ ഡോമിനേഷൻ. ചോദ്യം 100. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അല്ലേ? ഉണ്ട ചോറ്റിൽ കല്ലിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 056/2025 ആണ്. ചോദ്യം 91. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? മാനക ഭാഷ. മാനക ഭാഷ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മാനക ഭാഷ. അടുത്തത് 92. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷക ആണ് കേട്ടോ, പ്രേക്ഷിക എന്നൊന്നും പറയില്ല. പ്രേക്ഷകൻ പ്രേക്ഷക. ചോദ്യം 93. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴ് പ്ലസ് കോല്. താഴ് പ്ലസ് കോല് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാലാണ്, ചേർത്ത് എഴുതി കഴിഞ്ഞാലാണ് താക്കോൽ കിട്ടുന്നത്. ചോദ്യം 94. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? വിദ്യാർത്ഥി എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്. വിദ്യാർത്ഥി, നാലാമത് കൊടുത്തിരിക്കുന്ന താ പ്ലസ് ദ ഒരുമിച്ച് വരുന്ന വിദ്യാർത്ഥി. ചോദ്യം 95. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം ഇതിൽ ഓപ്ഷൻ ഡി, അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അതാണ് ശരിയായ വാക്യമായിട്ട് വരുന്നത്. ആ ബാക്കി 3 സെൻറ്റൻസുകളിലും പരസ്യമായി വെട്ടിത്തുറന്ന് പറയുക, വെട്ടിത്തുറന്ന് പരസ്യമായി പറയുക എന്ന് പറയുന്നുണ്ട്. അതായത് പരസ്യമായി പറയുന്നതിന് തന്നെയാണ് തുറന്ന് പറയുക എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് ബാക്കി 3 സെൻറ്റൻസുകളിൽ തെറ്റായിട്ട് വരുന്നത്. ഇനി ചോദ്യം 96. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപം അല്ലാത്തതേത്? അവർ, ധീരർ, ചിലർ ഇതൊക്കെ ബഹുവചന രൂപമാണ്. മാരാർ എന്നത് പൂജക ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ അത് ബഹുവചന രൂപത്തിൽ വരുന്നില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം വരേണ്ടത്. ചോദ്യം 97. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? പാർവതി ജാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ജായയായിട്ടുള്ളവനാണ്. അവൻ അവൻ അത് അവിടെ ശ്രദ്ധിക്കുക. പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി. ചോദ്യം 98. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക എന്നതാണ് സർപ്പന്യായം എന്ന ശൈലി കൊണ്ട്
ഉദ്ദേശിക്കുന്നത്? സർപ്പന്യായം, അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ചോദ്യം 99. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപമേത്? പ്രമാണം. പ്രമാണം പിരിച്ചെഴുതി കഴിയുന്നത് പ്ര പ്ലസ് മാനമാണ്. പ്ര പ്ലസ് മാനം പ്രമാണം. ചോദ്യം 100. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലേത്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥേനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്വിക്ക് റിവിഷനായിട്ട് നിങ്ങളിതിനെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത എക്സാം നന്നായി പഠിച്ച് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.